you can trust me. It's okay, it's complicated. Nervous trip over my words. You're so pretty, it hurts. Baby, I'm yours. Baby, I'm yours. Baby, I'm yours. എടാ കാശി, നീ കഴിക്കാൻ വരുന്ന എന്താണ് പറ്റിയേ? എന്താ നിന്റെ മുഖമൊക്കെ വല്ലാണ്ടിരിക്കുന്നത്? രാവിലെ എന്തോ ലൂക്ക് കയറി വന്ന് വീണ്ടും അടിയുണ്ടാക്കിയോ? ഓ, അതിനി പ്രത്യേകിച്ച് രാവിലെ ആവുന്ന എന്തിനാ? രാവിലെ അല്ല, ഏത് പാതിരാത്രിയെല്ലാം ആവും വന്ന് ഉണ്ടാക്കിയിട്ടല്ലേ പോകുന്നത്. എടാ, ഇന്നലെ രാത്രി അവൻ ഇവിടെ വന്നിരുന്നു റൂമിൽ. വന്നിട്ട് പറഞ്ഞ് എല്ലാം മണ്ടത്തരടാ. അവൻ എന്തൊക്കെ മനസ്സ് വിചാരിച്ച് വെച്ചിരിക്കുന്നതെന്ന് എനിക്ക് തന്നെ. അവൻ എന്നെ അറപ്പാ, അവൻ എന്നോട് വെറുപ്പാ, എന്തൊക്കെയാ അവൻ പറഞ്ഞതെന്നറിയോ? അവൻ എല്ലാം തിരിച്ച് വെച്ചേക്കുക. അന്ന് രാത്രി എന്താ ഉണ്ടായെന്ന് നിനക്കും അറിയാമെന്നുള്ളതല്ലേ? കുടിച്ച് പിറ്റായി വന്നിട്ട് എന്നിട്ടിപ്പോൾ അവൻ ഒരുപാട് എല്ലാം ഞാൻ ചെയ്ത പോലെ അവൻ സംസാരിക്കുന്നത്. ഞാൻ നിന്നോട് അന്നേ പറഞ്ഞില്ലേ അവൻ അങ്ങനെയൊക്കെ തന്നെ വിചാരിച്ചാണോ? പിന്നെ എൻ്റെ സിറ്റുവേഷൻ അന്ന് അത്രയ്ക്ക് മോശമായിരുന്നു. അല്ലെങ്കിൽ എല്ലാം ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി. എന്നിട്ട് അവരൊരു ഡയലോഗും. അവൻ രാവിലെ എണീച്ചപ്പോൾ അവിടെ ആരെയും കണ്ടില്ല പോലും. എൻ്റെ അവസ്ഥ മനസ്സിലാക്കാത്ത എന്താണ് അവൻ? അല്ലെങ്കിൽ അവൻ തന്നെ അന്വേഷിച്ചോ അതിനുശേഷം എന്താ നടന്നതെന്ന്? അല്ലെങ്കിൽ ഞാൻ എങ്ങോട്ട് പോയി എന്ന് അവൻ തിരക്കിയോ? ഇതൊന്നും തിരക്കാതെ അവൻ്റെ ഓവറായിട്ടുള്ള സംസാരം കേൾക്കുമ്പോഴാണ് എനിക്ക് ദേഷ്യം വരുന്നത്. ഇത്രേ ഉള്ളോ? നന്നായി. ഞാൻ വിചാരിച്ച് വേറൊന്നും വലിയ കാര്യമാണ്. എടാ, ഇതെന്നും നടക്കുന്നില്ലേ? അവൻ തെറ്റിദ്ധരിച്ച വെച്ചേക്കുന്നതെന്നുള്ള കാര്യം നമുക്ക് മുന്നേ അറിയാമല്ലോ. പിന്നെ ഇതിൽ കൂടുതൽ എന്താ നീ അതിശയിക്കാതിരിക്കുന്നത്? നീ ഇതാലോചിച്ച് ടെൻഷനൊന്നും അടിക്കണ്ട. അവൻ മുന്നേ ഇങ്ങനെ തന്നെ വിചാരിച്ച് വെച്ചിരിക്കുന്നത് നിനക്കും അറിയാം, എനിക്കും അറിയാം എന്നുള്ള കാര്യം. പിന്നെ നിങ്ങൾക്കിടയിൽ എന്താ സംഭവിച്ചെന്നുള്ളത് എനിക്ക് നന്നായിട്ടറിയാം. പിന്നെ അവനായിട്ട് ഞാൻ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോയെന്ന് അതും എനിക്കറിയത്തില്ല. പക്ഷേ എനിക്കറിയാമെന്നുള്ളതുകൊണ്ട് ഞാൻ ഒരിക്കലും നിന്നെ കുറ്റപ്പെടുത്തത്തില്ല. പിന്നെ അവൻ എന്താ സത്യാവസ്ഥയെന്ന് പറഞ്ഞാലേ അറിയാവും. അവനൊരു വകെ ഓർമ്മയില്ല, അതൊന്നാത്ത കാര്യം. അതുകൊണ്ട് അവനെ കുറ്റം പറയാൻ പറ്റത്തില്ല. അവൻ്റെ ദേഷ്യമൊക്കെ സ്വാഭാവികമാണ്. അതുകൊണ്ട് ഞാൻ അത് വിടാൻ നോക്കും. പിന്നെ അവനൊരു എല്ല് കൂടുതലാണ്, ഇല്ലയെന്ന് ഞാൻ പറയത്തില്ല. അപ്പോൾ ഇപ്പം കാണിക്കുന്ന വെറും അഹങ്കാരം. അവയെല്ലാം അറിഞ്ഞു കഴിയുമ്പോൾ അവൻ തന്നെ അതിന് ദുഃഖിക്കേണ്ടി വരും. അത് വേറെ കാര്യം. ആടാ, അവൻ തന്നെ ദുഃഖിക്കേണ്ടി വരും. അവൻ അങ്ങനെ ദുഃഖിക്കാതിരിക്കാനും ഞാൻ നിന്നോട് പറഞ്ഞത്. നമുക്കത് പറയാമെന്ന്. അപ്പം നീയാ പറഞ്ഞേ ഇപ്പം അവനൊന്നും അറിയത്തില്ല, അവയെല്ലാം തെറ്റിദ്ധരിച്ച് വെച്ചേക്കുക. അതുകൊണ്ടൊന്നും പോയി പറഞ്ഞിട്ടോ അവൻ്റെ തലയിൽ കയറത്തില്ല, പറഞ്ഞിട്ട് കാര്യമില്ല. നീ പറഞ്ഞാൽ ശരിയാ, എന്ത് പറഞ്ഞാലും മരംകോടൻ്റെ തലയിൽ കയറത്തില്ല. അവൻ്റെ തല മുഴുവൻ കളിമണ്ണ്. അറിയാമല്ലോ അവൻ്റെ തല മുഴുവൻ കളിമണ്ണാണെന്ന്. എൻ്റെ പൊന്നു കാശി, നീ തന്നെ ആലോചിച്ചു. അവൻ എന്തെങ്കിലും ഈ ചെയ്ത കാര്യങ്ങളൊക്കെ ഓർമ്മ വരുമ്പോഴത്തേക്കും അവന് തന്നെ തോന്നും അവൻ്റെ ഭാഗത്ത് എന്തൊക്കെയോ തെറ്റുണ്ടെന്ന്. ആ ടൈമിൽ അവനായിട്ട് തന്നെ വന്ന് ചോദിക്കുമല്ലോ. അപ്പോൾ നമുക്ക് പറയാം എന്താ സംഭവിച്ചതെന്ന്. അവന് വേണമെങ്കിൽ വിശ്വസിക്കാം, ഇല്ലെങ്കിൽ വിശ്വസിക്കാണ്ടിരിക്കാം. അതൊക്കെ അവൻ്റെ ഇഷ്ടം. പിന്നെ തെളിവ് സഹിതം കാണിച്ചു കൊടുക്കണമെന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ കയ്യിലൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങോട്ട് കയറി അറിയാതിരിക്കുന്നത് തന്നെ നല്ലത്. ഞാൻ ആലോചിച്ചപ്പോൾ അതാണ് നല്ലത്. നീ അത് വിടാൻ നോക്കും. ഞാൻ നിന്നോട് വേറെ കാര്യം പറയാൻ വന്നേ. എടാ, ലൂയിസ് ഉണ്ടല്ലോ, ലൂക്കയുടെ ഏട്ടൻ. അങ്ങേര് ഇന്നലെ എൻ്റെ റൂമിൽ വന്നായിരുന്നടാ. ഒരു വല്ലാതെ വെറീഡായിട്ടാണ് എന്നോട് ബിഹേവ് ചെയ്യുന്നത്. എന്തോ വന്നുടനെ അയാൾ പറഞ്ഞു അയാൾക്ക് എന്തൊരു പ്രണയമുണ്ട്. ആ പ്രണയിക്കുന്ന ആളില്ലാണ്ട് അയാൾക്ക് ജീവിക്കാൻ പറ്റത്തില്ല. ആനയാണ്, ചേനയാണ്, മാങ്ങയാണ്. എന്നിട്ട് എൻ്റെ അടുത്തോട്ട് വന്നിട്ട് ഭയങ്കര റൊമാൻറ്റിക്കായിട്ടൊക്കെ എന്നോട് പെരുമാറുന്നത്. സംഭവം പുള്ളിക്കാരൻ എനിക്ക് തോന്നുന്നു എന്തോ മാനസികമായിട്ടുള്ള കുഴപ്പമുണ്ട്. അല്ലെങ്കിൽ അയാൾ എന്നോട് ഇങ്ങനെയൊന്നും ഒന്ന് കാണിക്കത്തില്ലല്ലോ. മാനസികമോ? എന്ത് മാനസികം? ഒന്ന് പോയടാ, അത് നിനക്കുള്ള പണിയാ. ഞാനാ പറയുന്ന പണിയാന്ന്. വേണ്ട ബി, വേണ്ട, അടുക്കരുത്. അത് നമുക്ക് ചേർന്ന പരിപാടിയല്ല, അത് വേറെന്തോ പരിപാടിയാ, ഉറപ്പാ. നീ ഏതായാലും ഒന്ന് സൂക്ഷിച്ചോ. അസുരൻ്റെ മക്കളാ എല്ലാത്തിനും സൂക്ഷിക്കണം. ലൂയിസ് ഇപ്പോൾ ഫ്രീ ആണോ? എനിക്കൊന്ന് ലൂയിസിനോട് സംസാരിക്കണമായിരുന്നു. പിന്നെ ഞാൻ ഫ്രീയാ. എന്താ എന്നെ കൂടെ ഇനി അവനെ പഠിപ്പിച്ച പോലെ നിയമം പഠിപ്പിക്കാൻ വന്നിരിക്കുകയാണോ? പുതിയ തന്തപ്പടി. അതിനാണെങ്കിൽ എൻ്റെ അടുത്തോട്ട് വരണമെന്നില്ല. എനിക്ക് നിന്റെ പുതിയ നിയമം പഠിക്കാൻ താല്പര്യമില്ല. എനിക്ക് എന്താണോ തോന്നുന്നത് അങ്ങനെ ഞാൻ കാണിക്കത്തുള്ളൂ. അതിനാണെങ്കിൽ വന്ന വഴി തന്നെ ഇറങ്ങിപ്പോയിക്കോ. അടങ്ങടാ മൈരേ, ഞാൻ അതിനല്ല വന്നത്. അതിനാണ് ഞാൻ വന്നതെങ്കിൽ നിന്നോട് ഞാൻ ലൂക്കയോട് കാണിച്ച സമയത്തിന് എന്നെ കാണിക്കണമായിരുന്നു. എനിക്കത് നിന്നോട് കാണിക്കേണ്ട ആവശ്യമില്ല. പിന്നെ അവനോട് ഞാൻ അങ്ങനെ കാണിക്കുന്നത് അത് എൻ്റെ ആവശ്യമായിട്ട് തന്നെ നിങ്ങൾ കൂട്ടിക്കോ. ഇപ്പം ഞാൻ അതിനല്ല വന്നത്. ഇപ്പം ഞാൻ വന്നത് നിനക്കെന്താ എൻ്റെ ഫ്രണ്ടുമായിട്ടൊരു ഉണ്ടാക്കാം. നീ എന്തിനു ഇന്നലെ രാത്രി അവൻ്റെ റൂമിൽ പോയി അങ്ങനെയൊക്കെ കാണിച്ചേ? നിൻ്റെ ഉദ്ദേശം പകരം വീട്ടാനാണെങ്കിൽ, അല്ലെങ്കിൽ എന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടാനാണ് അവനെ നീ മുതലെടുക്കുന്നതെങ്കിൽ അത് വേണ്ട. കാശി നിനക്ക് അറിയില്ല ലൂയിസേ.
നിൻ്റെ അനിയനോട് ചോദിച്ചാൽ അറിയാം. കാശി ഈ കാണുന്ന കാശിയല്ല, വെറും വാക്ക് മാത്രമല്ല പറയുന്നത്, ചെയ്ത് കാണിക്കാനും കാശിക്കറിയാം. അത് അനുഭവമുള്ള ഒരുത്തൻ നിൻ്റെ വീട്ടിൽ തന്നെ നിൻ്റെ കൂടപ്പുറപ്പായിട്ട് കിടക്കുന്നുണ്ടെന്ന് ഓർത്തിട്ട് വേണം കാശിയുടെ പാത്രത്തിൽ വന്ന് നീ കൈയിട്ട് വരാൻ. മറക്കരുത് ഞാൻ പറഞ്ഞത്. അവനെ കയറി നീ വേദനിപ്പിച്ച, മാനസികമായിട്ടോ ശാരീരികമായിട്ടോ, അത് കാശിനാഥ് ഒരിക്കലും കണ്ടു നിൽക്കില്ല. നീ എന്താ കരുതിയ നീ പോയി രാത്രി അവിടെ പോയി ഉണ്ടാക്കുന്ന ഒന്നും അവൻ എന്നോടൊന്നും പറയത്തില്ലെന്ന്. അവൻ പറഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായി നിൻ്റെ ആട്ടൽ എങ്ങോട്ടാണെന്ന്. അവനെ വച്ച് കളിക്കാൻ നിൽക്കരുത്. കളിച്ചാ നീ എന്തിയോടാ പുന്നാര മോനെ? അവനോട് എനിക്ക് തോന്നിയതും കാണിക്കുന്നതും എല്ലാം നാടകം തന്നെയാണ്. അവൻ എന്നോട് ചെറുതായിട്ടെങ്കിലും താല്പര്യം ഉണ്ടെന്ന് കണ്ടിട്ട് തന്നെയാണ് ഞാൻ ഈ കളി കളിക്കുന്നത്. ഏറ്റവും ലാസ്റ്റ് ഞാൻ അവനെ വേദനിപ്പിച്ച് വിടുകയും ചെയ്യും. അത് നീ നോക്കിക്കൊണ്ട് നിൽക്കുകയും ചെയ്യും. എങ്കിൽ പോലും അവൻ നിന്നോട് നടന്ന കാര്യമെല്ലാം എന്ന് പറഞ്ഞല്ലോ അല്ലേ? ഇതൊക്കെ അവൻ നിന്നോട് എങ്ങനെ പറഞ്ഞു നീ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ചെറിയൊരു ചിരിയിലൂടെ. അതിൻ്റെ അർത്ഥം എന്താന്ന് നിനക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ലൂയിസിനോട് വേണ്ട മോനെ, ലൂക്കയല്ല ലൂയിസ്. നീ പറഞ്ഞില്ല അനിയനോട് പോയി ചോദിക്കേ. അനിയന് നീ പണി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ അനിയനായോണ്ട്. പക്ഷെ ലൂയിസ് അല്ല ലൂക്ക, അത് മറക്കരുത്. ലൂക്കയല്ല ലൂയിസ്. സോ അമ്മാതിരിയുള്ള ഭീഷണിപ്പെടുത്തലൊന്നും ലൂയിസിൻ്റെ അടുത്ത് വേണ്ട. എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. നീ പോയി നിന്റെ കൂട്ടുകാരനോട് പറ എൻ്റെ നിന്ന് അകന്ന് നടക്കാൻ, അല്ലെങ്കിൽ എന്നിൽ നിന്ന് സൂക്ഷിച്ച് നടക്കാൻ. എന്നോട് വന്ന് പറയാൻ നിൽക്കണ്ട. ഞാൻ ചെയ്യുന്ന കാര്യം ചെയ്തുകൊണ്ടേയിരിക്കും. ലൂയിസ് മുമ്പോട്ട് വെച്ച കാര്യം പിന്നോട്ട് വയ്ക്കാനും പോണില്ല. കേട്ടോ? കേട്ടോ? ഓ ആയിക്കോട്ടെ, നീ മുമ്പോട്ട് വെച്ച കാര്യം പിന്നോട്ട് വയ്ക്കണ്ട. പക്ഷെ ലൂയിസ് ഞാൻ ഒരു കാര്യം പറയാം. ശരിയായിരിക്കും, ലൂക്ക അല്ലായിരിക്കും ലൂയിസ്. പക്ഷെ ലൂക്കയിൽ കണ്ട ശൗര്യവും ദേഷ്യവും അഹങ്കാരവും ഒന്നും ഇതുവരെ ഞാൻ ലൂയിസിൽ കണ്ടിട്ടില്ല. അതുകൊണ്ട് ലൂയിസ് കാശിനാഥിനൊരു ഇരയായിട്ട് തോന്നിയിട്ടുമില്ല. ലൂക്ക പക്ഷെ അങ്ങനെയല്ല, എനിക്ക് പറ്റിയ എതിരാളിയാണ്. അതുകൊണ്ട് തന്നെ അവൻ്റെ കൂടെ യുദ്ധം ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ലൂയിസ് വെറും പാറ്റയാണ് എൻ്റെ മുമ്പിൽ, വെറും പാറ്റ. അതുകൊണ്ട് തന്നെ കൂടുതൽ കാശിനാഥിനോട് വിളച്ചിലെടുക്കാൻ വരരുത് നീ. പിന്നെ നീ മുമ്പോട്ട് വെച്ച കാലം പിന്നോട്ട് വയ്ക്കണ്ട ലൂയിസേ, വയ്ക്കണ്ടെന്നാണ് ഞാനും പറയുന്നത്. നിൻ്റെ കളി എവിടം വരെ പോകുന്നു നോക്കട്ടെ. അപ്പോഴൊക്കെ ഈ കളി കളിക്കുമ്പോഴൊക്കെ നീ ഒരു കാര്യം ആലോചിക്കണം. കാശിനാഥ് മുമ്പോട്ട് വെച്ച കാലം പിന്നോട്ട് വയ്ക്കാറില്ല. ഞാനായിട്ട് തുനിഞ്ഞിറങ്ങുന്നതിന് മുമ്പേ, എന്തിനെങ്കിലും ഞാനായിട്ട് തുനിഞ്ഞിറങ്ങുന്നതിന് മുമ്പേ നിനക്കിതാ വന്ന് വാണി തന്നിട്ടുണ്ട്. ഇതിൽ കൂടുതൽ മൂപ്പിച്ച് കയറ്റി ആ ചെക്കനെങ്ങാണം കരഞ്ഞ, അതായത് എൻ്റെ അഭി കരഞ്ഞ, അത് ഞാൻ സഹിക്കില്ല. വേറെ എന്തും ഞാൻ സഹിക്കും. എനിക്കൊരാവശ്യവും എനിക്കൊരു പ്രശ്നവും വന്നപ്പോൾ കുഞ്ഞിലെ തൊട്ടേ അവനെ എനിക്കുള്ളൂ. അവൻ്റെ ഒരു തുള്ളി കണ്ണീര് പോലും ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നുമില്ല, കാണാൻ താല്പര്യപ്പെടുന്നുമില്ല. ഞാൻ പറഞ്ഞ മനസ്സിലായിട്ടുണ്ടല്ലോ ലൂയിസിന്. നീ ഇനി എത്ര ഇടത്തെ കൊമ്പനായാലും ശരി, അത് ഞാൻ കാണേണ്ട ഇട വന്ന ആ ടൈമിൽ നീ ഈ കാണുന്ന കാശിയായിരിക്കില്ല കാണുന്നത്. അപ്പം ശരി, എന്നാ നിൻ്റെ പരിപാടി നടക്കട്ടെ. എന്നാലും എൻ്റെ കാശി, ഇന്നലെ അതൊക്കെ കാണിച്ചിട്ട് വന്ന് കിടന്നപ്പോൾ തിരിയൊക്കെ അവനോട് എനിക്കൊരു സോഫ്റ്റ് കോർണർ തോന്നിയതായിരുന്നു. കാര്യം വേറൊന്നിനുമല്ല, ഞാനതൊക്കെ കാണിക്കുമ്പോഴേക്കും അവൻ ഭയങ്കര സെൻസിറ്റീവ് ആയിരുന്നു. നിനക്കിത് എന്തിൻ്റെ കേടായിരുന്നടാ എന്നെ വന്ന് ഇങ്ങനെ വേവ് കയറ്റേണ്ട. ഇനി ആ ചെക്കൻ കണ്ണീര് കുടിക്കുന്നത് എൻ്റെ കൈ കൊണ്ടാണല്ലോ എന്ന് ആലോചിക്കുമ്പോൾ സഹിക്കാൻ വയ്യ. ഏതായാലും കാശിനാഥ് എൻ്റെ റൂമ് വരെ വന്ന് എന്നെ വെല്ലുവിളിച്ചിട്ട് പോയതല്ലേ. അപ്പൊ പിന്നെ അഭിജിത്ത് മേനോനെ ഞാൻ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. അവൻ ഇനി ലൂയിസിന്റെ കൂട്ടിലെ കിളിയാ, വെറും കിളി. ആ കിളിയുടെ ചിറകൊടിച്ച് കളയേണ്ട എങ്ങനെയാന്ന് ലൂയിസിന് നന്നായിട്ട് അറിയാം. അത് ലൂയിസ് കറക്റ്റ് ചെയ്യുകയും ചെയ്തിരിക്കും. ഇത്രയും വന്ന് തൊണ്ട കയറിയൻ്റെ ഒരു പാതിയെങ്കിലും ഞാൻ ചെയ്തല്ലേ പറ്റൂ. ഐ ആം കമ്മിങ് അഭിജിത്ത് മേനോ. അല്ല, നീ ഇതവിടെ പോയതാ? എന്താടാ? ഞാനവിടെ പോയി, ഞാനൊരു കോൾ വിളിക്കാൻ പോയടാ. ഇഷാൻ്റെ ഇല്ലേ, അവരെ വിളിക്കാൻ പോയതാ.
അവരോട് ചോദിക്കാൻ പോയതാ അവരെന്നാ വരുന്നേന്ന്. അവർ വന്നാലേ ഇവിടെയുള്ള മക്കളുടെയൊക്കെ തീയാളോ ഒന്ന് അണയത്തുള്ളൂ. എന്നെക്കൊണ്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ആ അഡ്വക്കേറ്റ് ആണെങ്കിൽ 24 മണിക്കൂർ എൻ്റെ പറയാൻ തന്നെ ഉണ്ട്. ഞാൻ എങ്ങനെ അവരോട് പെരുമാറുന്നത്, ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നത്, ഇതൊക്കെ നോക്കാനായിട്ട്. അതും കൂടെയൊക്കെ ആകുമ്പോൾ എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. എങ്ങനെയെങ്കിലും ഇവിടുന്ന് പോയാൽ മതിയായിരുന്നു. അതിൻ്റെ ഇടയിലാണ് ലൂക്ക ആവശ്യത്തോരം മണ്ടത്തരങ്ങളൊക്കെ വിചാരിച്ച് വെച്ചിട്ട് മനുഷ്യനെ ഇടയ്ക്കിടയ്ക്ക് വന്നോട് ഭ്രാന്ത് കയറ്റിക്കോളും. ഓ അപ്പം നീ ഇതുവരെ അത് കളഞ്ഞില്ലേ? എടാ ലൂക്കയുടെ കാര്യം വിടടാ. എടാ അവൻ്റെ സ്ഥാനത്ത് നമ്മളായാലും അങ്ങനെയല്ലേ, നീ അത് വിടാൻ നോക്ക്. പിന്നെ ആൻറ്റി വന്ന ഉടനെ നമുക്ക് പോകാൻ പറ്റത്തില്ലല്ലോ. നമ്മൾ എഴുതി കൊടുത്തേക്കുന്ന എഗ്രിമെൻറ്റ് വെച്ചിട്ട് നമ്മൾ 3 മാസം ഇവിടെ നിന്നേ പറ്റുള്ളൂ. അതുവരെ എത്തി സമാധാനപ്പെട്. നമ്മുടെ അനിയത്തിക്ക് വേണ്ടിയിട്ടല്ലേടാ. അഡ്ജസ്റ്റ് ചെയ്യുന്നതിനൊന്നും കുഴപ്പമില്ലടാ. അതും കൂടെ ചോദിക്കാനാണ് ഞാൻ അവരെ വിളിക്കാൻ പോയത്. അപ്പോഴാണെങ്കിൽ അവരെ ഫോണിലോട്ട് കിട്ടുമൊന്നുമില്ല. എടാ ഞാനിവിടെ കയറിയതിന് ശേഷം അവളെ പോയി ഒന്ന് കണ്ടതുപോലുമില്ല. എനിക്കൊന്ന് അവളെ പോയി കാണണമെന്നുണ്ട്. പക്ഷേ ഇവിടുത്തെ എഗ്രിമെൻറ്റിൽ എഴുതിയിരിക്കുന്നതിൻ്റെ പ്രകാരം ആ ഫ്രാൻസിസ് എന്ന് പറയുന്ന അയാൾ പറയുന്ന കേട്ടു 3 മാസം ഇവിടെ തന്നെ ആയിരിക്കും സ്റ്റേ. പോരാഞ്ഞിട്ട് ഇപ്പോൾ ഈ അഡ്വക്കേറ്റും കൂടി ഇവിടെ ഉള്ളതുകൊണ്ട് എനിക്കിവിടെ നിന്ന് പുറത്തിറങ്ങാൻ പറ്റത്തില്ല. എങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ എവിടെയാണ് പോകുന്നത്, എന്തിനാണ് പോകുന്നത്? വേണമെങ്കിൽ പറയാം സിസ്റ്ററിനെ കാണാൻ പോകുന്നത്. അപ്പോൾ ചോദിക്കുക സിസ്റ്ററിനെ എന്തിനാണ് ഓഫനേജിൽ നിർത്തിയിരിക്കുന്നത്? ഇത്രയും വലിയ വീട് സമ്പാദ്യം ഇതൊക്കെ കിട്ടിയതല്ലേ, പിന്നെ ഇവിടെ കൊണ്ട് നിർത്തിക്കൂടെ? അങ്ങനെ ഒരു 100 ചോദ്യങ്ങളായിരിക്കും എനിക്കിനി. അതുകൊണ്ട് അവരുടെ എഗ്രിമെൻറ്റ് പ്രകാരം 3 മാസം എനിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റത്തില്ല. എങ്ങനെ ഇറങ്ങി അത് അവരുടെ കൂടെ മാത്രം. അല്ലാതെ ഇങ്ങനെയുള്ള കുറേ പേഴ്സണൽ ഇഷ്യൂസ് പറഞ്ഞ് പുറത്ത് പോരുതെന്ന് പറഞ്ഞിട്ടാണ് അവർ സൈൻ ചെയ്യിപ്പിച്ചത്. എടാ നീ സമാധാനപ്പെട്, അവരെ കൂടെ പോവാമല്ലോ. അപ്പോൾ അവരവിടെ നിന്ന് വരട്ടെ, വന്നിട്ട് നമുക്ക് പോവാം. ശരിയാ, അന്ന് നമ്മൾ എഗ്രിമെൻറ്റ് സൈൻ ചെയ്യുന്ന സമയത്ത് അവരിത് നമ്മളോട് എടുത്ത് പറഞ്ഞിരുന്നു. പോരാഞ്ഞിട്ട് അവരിവിടെ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അവരെ പെർമിഷൻ ഇല്ലാതെ വെളിയിൽ വിടത്തുമില്ല. എങ്ങനെ നമ്മളിപ്പോൾ പോകണമെന്ന് വിചാരിച്ചാലും അവരെ വിളിക്കണമെങ്കിൽ അവരെ ഫോണും കിട്ടുന്നില്ല. കിട്ടിയാലല്ലേ നമുക്ക് അവരോട് ചോദിച്ചിട്ടെങ്കിലും പോകാൻ പറ്റത്തുള്ളൂ. അവരുടെ പെർമിഷൻ ഇല്ലാതെ ഫ്രാൻസിസ് നമ്മളെ വീട്ടിനെ വെളിയിറക്കത്തില്ല. സോ നീ സമാധാനപ്പെടും. 1 മാസത്തെ പാടല്ലേ ഉള്ളൂ. 1 മാസം കഴിയുമ്പോൾ അവരിങ്ങ് വരും. അത് കഴിഞ്ഞ് അവരെ കൂടെ നിനക്ക് പോകാമല്ലോ. അല്ലാതെ 3 മാസം നിന്നെ കാണാതിരുത്താനുള്ള നിയമമൊന്നും ആർക്കുമില്ല. പിന്നെ അവരെ അങ്ങനെയൊക്കെ എന്തൊക്കെ കള്ളത്തരമുണ്ട് അവരെ മനസ്സിൽ. എങ്കിൽ പോലും അവരത്ര മനസാക്ഷി ഇല്ലാത്ത ഒരാളൊന്നുമല്ല. മനസാക്ഷിയൊക്കെ ഉണ്ട്. അതുകൊണ്ട് നീ പേടിക്കണ്ട. എങ്ങാനും പോകാൻ പറ്റില്ലെങ്കിൽ നമ്മളിവിടെ നിന്ന് ചാടി ഇങ്ങനെ പോകും പോരെ. ഓ അതെന്തേലും ആവട്ടെ, എങ്ങനെയായാലും വേണ്ടില്ല. എനിക്കൊന്ന് അവളെ കണ്ടാൽ മതി. അവളുടെ ഹെൽത്ത് എങ്ങനെയുണ്ട് ആ കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞാൽ മതി. അവൾക്ക് വേണ്ടിയിട്ടാണ് നീ കിടന്ന് ഈ നാടകമല്ല കളിക്കുന്നത്. ആ ലൂക്കയുടെ വായിരിക്കുന്നതൊക്കെ കേൾക്കുന്നത്. അല്ലെങ്കിൽ അവനോട് ഇച്ചിരി ഒരു ഇഷ്ടം ഉണ്ടായിപ്പോയി. ഇല്ലെങ്കിൽ ഇങ്ങനെ നീ കേട്ടോണ്ട് നിൽക്കത്തില്ല. അവളെ ചികിത്സികളെ വെച്ച് മോഷ്ടിച്ചിട്ടായാലും ഉണ്ടാക്കിയാനെ. പക്ഷെ അപ്പനോടുത്ത വാക്കാ, തെണ്ടിയെ പോലും മോഷണവും കള്ളത്തരവും മാത്രം കാണിക്കത്തില്ലെന്ന്. എന്നിട്ടിപ്പോൾ എന്തെല്ലാം നുണയാ പറയുന്നത്? അതേ സഹിക്കാൻ പറ്റുന്നില്ല. ഇതാരാ ഈ നേരത്ത്? ഹലോ, എന്താ എന്തിയാടാ ലൂക്ക നീ? എനിക്കൊരു കാര്യം പറയണ്ടായിരുന്നു. ഇതെന്താടാ ലൂക്ക, നിന്നോട് ലൂയിസ് ചെയ്യാൻ വന്നിട്ട് ഫോർമാലിറ്റിയിലൊക്കെ പറയുന്നു കാര്യം പറയണ്ടെന്ന്. ഇതെന്താ ഇവിടുത്തെ ഇതിന്റെ ഗുഡൻസ് എന്താ? ഗുഡൻസ് എന്തോന്ന്? മുഴുത്ത വട്ട്, അല്ലാതെ തന്നെ എന്തോന്നു? അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യസാധ്യമുണ്ട്. അല്ല എന്താണാവോ എൻ്റെ ഇച്ചാൻ എന്നോട് പറയാനുള്ളത്? പറ. എടാ അതിന് ആ കാശിനാഥുണ്ടല്ലോ, അവൻ തന്നെ തല്ലാൻ പിടിച്ചു. തല്ലാൻ പിടിച്ചെന്നോ? എന്തിന്? ലൂയിസ് ചേ തമാശയ്ക്ക് പോലും വന്നിന്ന് ഓരോന്ന് പറയരുത്. ഞാൻ സീരിയസ് ആക്കിയായിട്ട് ലാസ്റ്റ് പ്രശ്നമൊക്കെ. അതെ, പിന്നെ പോരാഞ്ഞിട്ട് ഞാൻ ഇച്ചാൻ അറിയുന്നതിനേക്കാളും കൂടുതൽ ഞങ്ങൾക്ക് കാശി അറിയാം. അപ്പം അങ്ങനെ ആവശ്യമില്ലാത്ത പ്രശ്നത്തിനൊന്നും ഇങ്ങനെയൊന്നും കാണിക്കത്തില്ല. ഇച്ചാൻ കാര്യം എന്താന്ന് പറ. ഓ നിങ്ങൾക്ക് അവനാണല്ലോ വിശ്വാസം, ഞാൻ പറയണൊന്നും കേൾക്കണ്ട. അങ്ങനെ ഞാൻ പറഞ്ഞു ഇല്ലല്ലോ, അത് അവനല്ലേ പറഞ്ഞത്. ലൂയിസ് നീ കാര്യം പറ. എന്താ പ്രശ്നം? എന്താ? അതെന്താ ലൂക്ക നീ അങ്ങനെ പറഞ്ഞത്? നിനക്ക് നന്നായിട്ട് അറിയാന്നുള്ളതല്ലേ അവൻ എങ്ങനെയാന്ന്. അവന്റെ ദേഹം നോക്കാതെയോ അവന്റെ മനസ്സ് വേദനിക്കാതെ അവൻ ഒന്നിനും കയറി ഇടപെടാറില്ല. അതുകൊണ്ട് തന്നെ ലൂയിസ് അച്ഛൻ്റെ വായിന്ന് എന്തെങ്കിലും വന്നാണ്, അതായിരിക്കും അപ്പൊ അങ്ങനെ പറഞ്ഞത്. അല്ലാണ്ട് വെറുതെ ഒന്നും ആയിരിക്കില്ല. അല്ലടാ ഞാൻ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ നടന്നു വരുമായിരുന്നു. അപ്പൊ ഈ കാശിനാഥ് എന്റെ നേർക്ക് നടന്നു വരുമായിരുന്നു. നടന്നു വന്നപ്പോഴത്തേക്ക് ഞാൻ ഇവിടെ നടന്നു വരുന്ന കണ്ടില്ല. ഞാൻ ഫോണിൽ കുത്തിക്കൊണ്ടായിരുന്നു വന്നത്. ഇവന്റെ ഓപ്പോസിറ്റ് ആണെന്ന് തോന്നുന്നു വന്നത്. ഇപ്പൊ ഞാനൊന്നും അറിയാതെ ഇവനെ തട്ടി. കാര്യമായിട്ട് ഞാൻ കണ്ടില്ലേ ലൂക്ക.
തട്ടിയപ്പോഴത്തേനും ഇവ എന്നെ പിടിച്ചു വെച്ച് അടിക്കാനായിട്ട് കോളറി പിടിച്ചിടാം. എന്നിട്ട് എന്നോട് എന്തൊക്കെയാണെന്നറിയോ പറഞ്ഞേ, അങ്ങനെയാണ് ഇങ്ങനെയാണ്, നിനക്ക് എൻ്റെ സ്വഭാവം അറിയത്തില്ല. ലൂക്കോട് ചോദിച്ച നിനക്ക് നന്നായിട്ട് അറിയാം, അവനായിട്ട് ഞാൻ ഒരുപാട് കൊടുത്തിട്ടുണ്ട്. ആനയാണ്, ചേനയാണ്, മാങ്ങയാണെന്നും പറഞ്ഞുകൊണ്ട് ഒരു 110 ഡയലോഗ്. എന്നിട്ട് ഞാൻ നിന്നിപ്പോൾ തല്ലുന്നില്ലാന്നും പറഞ്ഞുകൊണ്ട് എന്നെ അങ്ങോട്ട് തള്ളിയിട്ടിട്ട് അവൻ പോയി. എന്തിനാ വന്നേന്നോ, ഞാനൊന്ന് തട്ടിയാനാണോ അവൻ എന്നെ ഇങ്ങനെ അടിക്കാൻ വന്നേ? ലൂയിസേ, ഞാൻ നിന്നോട് ഒരു കാര്യം ചോദിക്കുന്നുള്ളൂ. നീ ഇപ്പം എന്നോട് പറഞ്ഞത് സത്യമാണോ അല്ലേ? വീണ്ടും എടാ, ഞാൻ എന്തിനാടാ കള്ളം പറയുന്നേ? എടാ, പെട്ടെന്ന് ഒരുത്തൻ വെറുതെ ഇരിക്കുന്ന ഒരുത്തനെ കുറിച്ച് വന്ന് കള്ളം പറഞ്ഞു തരേണ്ട ആവശ്യം എനിക്കില്ലല്ലോ. അവനെ അടിക്കാൻ വന്നിട്ടല്ലേ എടാ അടിക്കാൻ വന്നെന്ന് പറഞ്ഞേ. എടാ, ഞാൻ സത്യമാടാ പറഞ്ഞേ, അവ അങ്ങനെ ചെയ്തിട്ടാ ചെയ്യുന്നു പറഞ്ഞേ. ഓഹോ, അവ കളിച്ച പൊന്ന നായിൻ്റെ മോൻ എൻ്റെ ഏട്ടന്മാരുടെ ദേഹത്ത് കയറി പൊങ്കാലയിടാൻ തുടങ്ങിയിരിക്കാം. ഓ പൊന്നിയുടെ മോനെ ഞാൻ ഈ പച്ച പൊറപ്പിക്കില്ലേ വീട്ടിൽ വരുന്നട പൊന്ന പൊലയാടി മോനെ. ഓ എന്റെ പൊന്നു ലൂയിച്ചാ, നിങ്ങൾ അവൻ വന്ന് തട്ടി, നിങ്ങൾ അവൻ അടിക്കാൻ വന്നെങ്കിൽ നിങ്ങൾ തിരിച്ചടിക്കണമായിരുന്നു. അല്ലാതെ എല്ലാം കൂടെ വന്ന് അവന്റെ അണ്ണാക്കിലോട്ട് വിളമ്പി കൊടുക്കുന്ന എന്തിനാ? എങ്ങനെയെങ്കിലും അവനെ ഇത് പിടിച്ചു നിർത്തുന്ന ഇതിൽ നിന്നൊക്കെ വീണ്ടും വീണ്ടും ഓരോ തലയിൽ വന്ന് ഓരോ പ്രശ്നങ്ങളും വെച്ചു കൊടുത്തിട്ട് നിങ്ങളൊക്കെ അറ്റ് ലാസ്റ്റ് ആ ആന്റി വരുമ്പോഴത്തേക്കും പുണ്യാളന്മാരും അവൻ മാത്രം എല്ലാത്തിലും തെറ്റിയായിരുന്നു. നിങ്ങൾക്കത് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. അവനെ വഴിതെറ്റിക്കാനായിട്ട് ഓരോ ഏട്ടന്മാരും. അല്ലേ, അവൻ വഴി തെറ്റുന്നതിനും അവന് അമ്മയുടെ നിന്ന് കിട്ടുന്നതിന് എനിക്കില്ലാത്ത, എൻ്റെ അമ്മയ്ക്കില്ലാത്ത, എൻ്റെ വീട്ടുകാർക്കും ഇല്ലാത്ത ദണ്ണോന്തിനാടാ നിനക്ക്? അതെ, ഞങ്ങൾക്ക് എന്തെങ്കിലും വന്നാൽ പ്രതികരിക്കാൻ വേണ്ടി തന്നെയാണ് ഞങ്ങളെ അനിയനെ ഇങ്ങനെ വളർത്തിയത്. അല്ലാതെ വെറുതെ അല്ല കേട്ടോ. ഞാൻ വല്ലതും വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവൻ പ്രതികരിക്കാൻ വേണ്ടി തന്നെയാണ്. മനസ്സിലായോ മോനെ അർജുനെ? ആയിരിക്കാം. നിങ്ങൾക്കോ നിങ്ങളുടെ അമ്മയ്ക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടുകാർക്കോ അല്ലെങ്കിൽ അവൻ്റെ ബാക്കിയുള്ള സഹോദരങ്ങൾക്കോ ആർക്കും അതോർത്ത് ദണ്ണം കാണത്തില്ല. പക്ഷെ എനിക്ക് ദണ്ണം കൂടുതൽ അവൻ്റെ കാര്യത്തിൽ. അതെന്താന്ന് ഞാൻ പറയുന്നില്ല. ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളിൽ അവനെ പിടിച്ചിടരുത് പ്ലീസ്. നിങ്ങളുടെ കാളി ഞാൻ പിടിക്കാം. എങ്ങനെയെങ്കിലും അവനെ എത്തിച്ച് ഒതുക്കി കൊണ്ടുപോകുന്നത്. ഇനി അവൻ എവിടെ പോയി എന്തൊക്കെ കാണിച്ചു കൂട്ടുണ്ടോ? ഏതായാലും ഇപ്പൊ നിങ്ങൾക്ക് സമാധാനമായല്ലോ ഇത്ര പ്രശ്നം ഉണ്ടാക്കിയപ്പോഴത്തേക്ക്. ഇവമേ ഇനി എന്തൊക്കെയാണ് അവൻ നടക്കാൻ പോകുന്നത്? നമുക്കൊന്ന് തെറ്റും. ഇനി എന്ത് ചെയ്യൂടാ? ഇഷാമാമാണെങ്കിൽ ഇവിടെ ഇല്ലേ താനും. ഇത്രയും ഫണ്ട് നമ്മളിപ്പോൾ എവിടെ നിന്ന് ഒപ്പിക്കും? ആവോ, എനിക്കൊരു പിടിയില്ലളിയാ. ഇവരുടെ എഗ്രിമെൻ്റ് പ്രകാരം 3 മാസം കഴിഞ്ഞാൽ മാത്രമേ അവർ പറഞ്ഞേക്കുന്ന പൈസ കയ്യിൽ തരത്തുള്ളൂ. പിന്നെ അവരുടെ കൈയും കാലും പിടിച്ച് ചോദിക്കാമെന്ന് വിചാരിച്ചാലും അവരിവിടെ ഇല്ലല്ലോ. പിന്നെ ആരോട് ചോദിക്കാനാ? എന്നെ ഈ തെറി വിളിച്ച് നടക്കുന്ന ഈ മക്കളോടോ, അല്ലെങ്കിൽ സെക്രട്ടറിയോടോ, ആരോടെങ്കിലും പി എയോടോ ആരെങ്കിലും ചോദിക്കാമെന്ന് വെച്ചാൽ ഫ്രാൻസിസൊക്കെ പറയുന്നത് തന്നെ മാം ഇല്ലാതെ ഒന്നും നടക്കത്തില്ലെന്ന്. പിന്നെ ഞാൻ ആരോട് ചോദിക്കാനാ? ഏതായാലും ഇപ്പോൾ അവൾക്ക് വയ്യാതായിട്ടുണ്ടെങ്കിൽ ഓഫനേജിലുള്ളവർ ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെ നോക്കും. പക്ഷെ എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്തില്ല എന്ന് വെച്ചാൽ എനിക്ക് വയ്യട അവളിങ്ങനെ നടന്ന് നരയിക്കുന്ന കാണാനായിട്ട്. എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിച്ചാൽ അത് ചെയ്യാനും പറ്റത്തില്ല. എന്തിനും എൻ്റെ അപ്പനും അമ്മേനെ അങ്ങനെ എടുത്തേന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അവരില്ലാത്ത ലോകത്ത് ഞങ്ങൾ ഈ കിടന്ന് കഷ്ടപ്പെടുന്ന കാണണോ ദൈവത്തിന്? എന്താ ചെയ്യുക? ഈ 3 മാസം എന്ന് പറയുന്നത് ഇനി എത്ര ദിവസമാണ്? ഞാനിനി എങ്ങനെയാടാ അവളുടെ ഓപ്പറേഷൻ ചെയ്യുക? ഓ എൻ്റെ പൊന്നു കാശി, നീ വിഷമിക്കാതെ സമാധാനപ്പെടറാ. ഏതായാലും ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെ ഓഫനേജിലെ ആൾക്കാർ നോക്കുമെന്നല്ലേ പറഞ്ഞേക്കുന്നത്. എന്തായാലും ഇഷാമേൻ വരട്ടെ. 1 മാസം എന്ന് പറയുന്ന ഒരാഴ്ച കഴിഞ്ഞല്ലോ. അപ്പോൾ പിന്നെ ഇനി കുറച്ചുകൂടെയല്ലേ ഉള്ളൂ. അവർ ഫോൺ നമുക്ക് വിളിച്ചുകൊണ്ടിരിക്കാം. അവർ ഫോൺ എടുക്കുന്ന ടൈമിൽ നമുക്ക് പൈസയുടെ കാര്യം പറയാം. അനിയത്തിക്ക് ഇതുപോലെ ഓപ്പറേഷൻ ചെയ്തേ പറ്റുള്ളൂ, ഇപ്പോൾ സീരിയസ് ആണെന്നൊക്കെ കാര്യം പറഞ്ഞു നോക്കാം. കാര്യം പറഞ്ഞാൽ മനസ്സിലാവാത്ത ആൾക്കാരൊന്നും അല്ലല്ലോ ഇവിടെ ഉള്ളത്. ഏതായാലും നീ പറഞ്ഞ പോലെ അവർ വിളിക്കട്ടെ. അവരോടെല്ലാം പറഞ്ഞു നോക്കാം. മനസ്സിലാവുകയാണെങ്കിൽ മനസ്സിലാവട്ടെ. നീ ഒന്ന് വിട്ടോടാ, ഞാൻ കുറച്ചു നേരം കൂടെ ഒറ്റയ്ക്കിരിക്കട്ടെ. ഇല്ലെങ്കിൽ ശരിയാവത്തില്ല. അല്ലെങ്കിൽ മനുഷ്യനെ മുഴുവൻ ഇതും പോയാൽ നിൽക്കുന്നത്. അടാ ശരി, ഞാനെന്നാ റൂമിൽ കാണും. നീ ഓക്കെ ആകുമ്പോൾ അങ്ങ് വന്നാൽ മതി. ഓഹോ, ഭവാൻ ഇവിടെ നിൽപ്പുണ്ടായിരുന്നോ? അല്ല, നിൻ്റെ കൂട്ടുകാരനുണ്ടല്ലോ, ആർക്കും വേണ്ടാത്ത നായിൻ്റെ മോൻ, അവ എവിടെ? അവൻ മുകളിലുണ്ട്. എന്താ?
അവനെ വേണ്ടി ചൊറിയാൻ പോകാനാണോ? ആ അതെ, മനസ്സിലാക്കി കളഞ്ഞല്ലോ കൊച്ചു കള്ള. അവനെ ചൊറിയാതെ ലൂക്കാക്കൊരു ജീവിതമില്ലല്ലോ. പിന്നെ ലൂക്ക ഒരാൾ പറഞ്ഞ് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞു. അയാൾ ഏതായാലും എന്നോട് കള്ളം പറയില്ല. അപ്പോൾ അവന് 2 കൊടുക്കുകയും കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഏതായാലും മോളുണ്ടല്ലോ അല്ലേ, അപ്പോൾ അവനെ പോയി ചൊറിഞ്ഞ് അവൻ 2 കൊടുത്തിട്ടേ ഇനി ലൂക്ക വരുന്നുള്ളൂ. ശരി എന്നാ നീ വിട്ടാ, അവനുള്ളത് ഞാൻ നേരിട്ട് തന്നെ കൊടുത്തോളാം. അല്ല ലൂക്ക, അതിപ്പോൾ വേണോ? ഇപ്പം നീ ഒരു പ്രശ്നത്തിന് അങ്ങോട്ട് പോകാതിരിക്കുന്നല്ലേ നല്ലത്. അവ അല്ലെങ്കിൽ ആകെ ടെമ്പർ തെറ്റി നിൽക്കുക. അയ്യോ ആണോ? കഷ്ടമായിപ്പോയല്ലോ. ഏതായാലും അവൻ്റെ ടെമ്പർ മുഴുവൻ തെറ്റിയിരിക്കുകയല്ലേ. അപ്പോൾ ആ ടെമ്പർ കുറച്ചുകൂടെ ഞാൻ പോയി തെറ്റിച്ചു കൊടുത്തേക്കാം. പിന്നെ ഇപ്പോൾ വേണോ അവൻ്റെ ടെമ്പർ തെറ്റിക്കുക? അവനെ പേടിയുള്ള മൈരനായിരുന്നു ഞാനെങ്കിൽ ഇപ്പം ഞാനിവിടെ ഉണ്ടാവത്തില്ലായിരുന്നു കേട്ടോ. ഏതായാലും ഞാൻ അവനിട്ട് 2 കൊടുക്കും. ഇന്ന് അവൻ കാണിച്ചത് തെണ്ടിത്തരാം, മഹാ തെണ്ടിത്തരം. അതിന് ഞാൻ അവനെ കൊടുത്തിട്ടേ അടങ്ങത്തുള്ളൂ. അതുകൊണ്ട് നീ എന്നെ ഉപദേശിക്കാനും ഗുണദോഷിക്കാനും നിൽക്കണ്ട. നീ നിൻ്റെ കാര്യം നോക്കി പോടാക്കൂലേ. ഉണ്ടാക്കാൻ വന്നേക്കുന്നത് ടെമ്പർ മുമ്പ് ഇരിക്കുകയാണെന്ന് പോലും. ഓ എൻ്റെ ദൈവമേ, ഇത് ഇങ്ങനൊരു പോങ്ങനായിപ്പോയല്ലോ. കാര്യം പറഞ്ഞാൽ മനസ്സിലാവാത്ത പോങ്ങൻ. ചെന്ന് കയറിക്കൂടാ അവൻ്റെ അണ്ണാക്കിലോട്ട്.